ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് വരട്ടിയെടുത്തതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ആവശ്യക്കാർ എനിക്ക് വരുന്ന, ഒരുപാട് പേർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത് വിജയിച്ചിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി. പിന്നെ മലയാളികളോട് പ്രത്യേകിച്ച് ബീഫിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എന്തിൻ്റെ കൂടെയാണെങ്കിൽ തന്നെ ഇതൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണേ. അപ്പം ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണോളം നമ്മുടെ മീറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അരച്ചതും ഒരു മീഡിയം സൈസ് സവാളയും അരമുറി തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, എല്ലായിടത്തും എത്തത്തുള്ളൂ. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 8 വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ വേവിനനുസരിച്ച് അതിലൊക്കെ മാറ്റം വരുവേ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഏറെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് ചാറായിട്ടാണ് ഉള്ളത്. അങ്ങനെ തന്നെ വേണം കേട്ടോ. ചെറിയൊരു ചാറിനകത്ത് കിടന്ന് പിന്നെ നമ്മൾ വരട്ടിയെടുക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ സമയം മുതൽ നമ്മളിനി അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വരട്ടിയെടുത്താൽ മതി. ഒരു 10 മിനിറ്റും കൂടെ നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല വരണ്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു കളറിൽ ഈ ഒരു സ്ഥിതിയിൽ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വരട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒരു 5-10 മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ കറുപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പി അല്ലേ. നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യമാണ്.